പിന്നെ കൈകാര്യം ചെയ്യുന്നതിൽ ഒന്നാമതായിരുന്നു പെരിന്തൽമണ്ണ നഗരസഭ. അത് കഴിഞ്ഞ ഭരണ സംവിധാനം മാറി ഒരു പുതിയ ഭരണ സംവിധാനം വരുന്ന സമയത്തേക്കും നമ്മുടെ ഈ പെരിന്തൽമണ്ണ നഗരസഭയുടെ അവസ്ഥ ഈ തരത്തിലേക്കാണ്. പെരിന്തൽമണ്ണ നഗരസഭയുടെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് മുന്നിലാണ് ചാലട്ടൺ ഇപ്പോഴുള്ളത്. കേരളത്തിലെ ഏറ്റവും മികച്ച മാലിന്യ സംസ്കരണ കേന്ദ്രം കൂടിയാണ് പെരിന്തൽമണ്ണയിലെ ഈ മാലിന്യ സംസ്കരണ കേന്ദ്രം. അപ്പോൾ ഇവിടെ ധാരാളം കുടുംബശ്രീ ഹരിതകർമ്മ സേനാംഗങ്ങളൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ UDFന് അധികാരം കിട്ടിയിരിക്കുന്നു. ഒരു മാസത്തിൽ കൂടുതലായി വീടുകളിൽ നിന്നൊക്കെ മാലിന്യം എടുക്കുന്നില്ല. ഇപ്പോൾ പല സ്ഥലത്തും മാലിന്യം കുന്നുകൂടി ചീഞ്ഞു നാറുകയാണ് എന്നതൊക്കെയാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അപ്പോൾ ഇവിടെ ഈ മാലിന്യ സംസ്കരണ കേന്ദ്രം സന്ദർശിച്ച ശേഷം പ്രതിപക്ഷത്തിന്റെ കൗൺസിലർമാർ നമ്മോട് പ്രതികരിക്കുകയാണ്. മാലിന്യം ഒരു നഗരത്തിലെ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സംഭവം മാലിന്യം എടുത്തു മാറ്റുക, അത് സംസ്കരിക്കുക എന്നൊക്കെയാണ്. ഇതിപ്പോ UDFന്റെ കയ്യിലാണ് ഭരണമുള്ളത്. ഇതിങ്ങനെ എന്താ പറയാ, നീണ്ടു പോകുമ്പോൾ നഗരം ഒന്ന് ശരിക്കും ചീഞ്ഞു നാറും. ആ അവസ്ഥയിലേക്കാണ് പോക്ക്. തീർച്ചയായും ഇന്ന് ഇപ്പൊ ഞങ്ങൾ ഇവിടെ വരാനുണ്ടായ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ ഒരു ദിവസം 22-ാം തീയതി ഒക്കെ ആവുന്ന അല്ലെങ്കിൽ ആ ഒരു മാസം അവസാന ഡേറ്റിലേക്ക് നമ്മുടെ വാർഡുകളിലെ മുഴുവൻ വേസ്റ്റും എടുക്കണം. ഇപ്പൊ പല വാർഡുകളിൽ നിന്നും എന്താണ് വേസ്റ്റ് എടുക്കാൻ വരാത്തത് എന്നുള്ളത് ചോദിച്ചിട്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പം കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ചീഞ്ഞ് നാറാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വീഡിയോ മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് തരാം. കാരണം അത്രയ്ക്ക് ഒരു കൃത്യമായി കൊണ്ടുപോയിരുന്ന ഒരു സംവിധാനത്തെ തകർക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോഴത്തെ ഭരണസമിതി പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഇതിപ്പോ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ 1-2 വണ്ടികളൊക്കെ ഇങ്ങനെ വന്നായിരുന്നു. ഇങ്ങനെ അവിടുന്ന് പല സ്ഥല ഹോട്ടലുകളിൽ നിന്നൊക്കെ മാലിന്യ ഒക്കെ ശേഖരിച്ചിട്ട്. അപ്പൊ ഇതിപ്പോ ഇക്കാര്യത്തില് ഇപ്പൊ ഭരിക്കുന്നവരോട്, UDFന്റെ ഭരിക്കുന്ന ചെയർപേഴ്സൺ, അവരോടൊക്കെ ഇക്കാര്യം നിങ്ങൾ ബോധ്യപ്പെടുത്തിയായിരുന്നോ? ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ടുള്ള ഒരു അധികാരത്തിൽ വന്നത്. ഒരു അധികാരത്തിൽ വരുന്ന സമയത്ത് തന്നെ ഇവിടെ കോടികളുടെ അഴിമതിയാണെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത്. അങ്ങനെ അവർ അധികാരത്തിൽ വരുന്ന സമയത്ത് ഈ ഒരു മാസം ആകുമ്പോഴേക്കും കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങൾ ചെയ്യാൻ പോലും കഴിവില്ലാത്ത ആളുകളായിട്ട് അവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ താൽക്കാലികമായി വാഹനം ഓടിച്ചിരുന്ന ആളുകളുണ്ട്. അവരുടെ കാലാവധി മാർച്ച് ഏപ്രിൽ വരെ അതിന്റെ കാലാവധി ഉണ്ട്. ആ ആളുകളെ പിരിച്ചുവിട്ട് ഇപ്പോഴത്തെ കൗൺസിലർമാരുടെ മക്കൾ ഇവിടെ വന്ന സമയത്താണ് കാണുന്നത്. ഇവിടുത്തെ കൗൺസിലർമാരുടെ മക്കളാണ് ഇപ്പോൾ ആ വാഹനം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ തരത്തിലേക്ക് ഇവിടെ 85ഓളം ജീവനക്കാര് ഇവിടെ ഇതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ട്. 85 ആളുകൾ എന്ന് പറഞ്ഞാൽ 85 കുടുംബങ്ങളാണ്. അതായത് ഇതിന്റെ ഭാഗമായിട്ട് ഇവിടെ ജീവിച്ചു പോകുന്ന ആളുകൾ. അവരുടെ പ്രവർത്തനം, അവരുടെ പണി അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് കോർഡിനേറ്റ് ചെയ്യേണ്ട ആളുകൾ ഇത് കോർഡിനേറ്റ് ചെയ്യാത്തതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലേക്കുള്ള വലിയൊരു അപകടത്തിലേക്ക് വരുന്നത്. ഇതിന്റെ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞു, വീഡിയോ നമ്മൾ തരാൻ തയ്യാറാണ്. ഇത് വൈകാതെ പെരിന്തൽമണ്ണ ചീഞ്ഞു നാറുന്ന രൂപത്തിലേക്കുള്ള, ഇതിപ്പോ നേരത്തെ സൂചിപ്പിച്ചു, സംസ്ഥാനത്തെ ഏറ്റവും നല്ല ഈ പ്രവർത്തികൾ കൈകാര്യം ചെയ്യുന്നതിൽ ഒന്നാമതായിരുന്നു പെരിന്തൽമണ്ണ നഗരസഭ. അത് കഴിഞ്ഞ ഭരണ സംവിധാനം മാറി ഒരു പുതിയ ഭരണ സംവിധാനം വരുന്ന സമയത്തേക്കും നമ്മുടെ ഈ പെരിന്തൽമണ്ണ നഗരസഭയുടെ അവസ്ഥ ഈ തരത്തിലേക്കാണ്. രാഹുൽ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോ കേരളത്തിലെ ഇന്ത്യയിലെ എവിടെയായാലും നഗര കേന്ദ്രങ്ങളിലെ ആദ്യം പ്രയോറിറ്റി കൊടുക്കുക മാലിന്യ സംസ്കരണത്തിനാണ്. ഇതിപ്പോ UDF അധികാരത്തിലെത്തിയതിനു ശേഷം ഇവിടെ ഉണ്ടായിരുന്ന അങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഒരു പാർട്ടി അധികാരത്തിൽ വന്ന അവിടെയുള്ള ജോലിക്കാരെയൊക്കെ മാറ്റി പുതിയ ജോലിക്കാരെ വെക്കുക എന്നൊക്കെ പറയുമ്പോൾ രാഷ്ട്രീയമായി പോവില്ലേ? കാരണം അവർക്കിത് നല്ല പരിചയമുള്ള ആളുകളെ മാറ്റിയാൽ ചിലപ്പോൾ ആ പരിചയമില്ലാത്തവർ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമായി തോന്നുന്നില്ല അത്? ഇവിടെ വാഹനം ഓടിച്ച ഒരാള് ബൈജേഷ് എന്ന് പറയുന്ന അയാളുടെ വണ്ടിയായിരുന്നു. ഇവിടെ മാർച്ച് വരെ കാലാവധി ഉണ്ട്. അയാളുടെ വാഹനം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നാളെ മുതൽ ഓടണ്ട എന്നുള്ള തീരുമാനമാണ് ഇവിടുത്തെ ഭരണസമിതി എടുത്തിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പുതിയൊരു സംവിധാനം അധികാരത്തിൽ വരുന്ന സമയത്ത് ഇത്രയും കാലം ഇവിടെ ഓടി, അത് കാലാവധി ഉണ്ട്. മാർച്ച് മാസം വരെ അവർക്ക് കാലാവധി ഉണ്ട്. ഒരറിയിപ്പും കൊടുക്കാതെ നാളെ മുതൽ നിങ്ങൾ ഓടണ്ട എന്ന് പറയും. ഇന്ന് ഇവിടെ വരുന്ന സമയത്താണ് ഇപ്പോഴത്തെ കൗൺസിലറുടെ ഒരു മോൻ ഒരു വാഹനത്തിന്റെ ഡ്രൈവറായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് നോക്കി നോക്കും. ഞാൻ ചോദിക്കട്ടെ, മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ നിങ്ങളിപ്പോ ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ പ്രതിപക്ഷത്ത് നിങ്ങൾ 16 അംഗങ്ങളുണ്ട്. ശക്തമായ പ്രതിഷേധിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ ശക്തമായ ഒരു പ്രതിഷേധങ്ങളിലൂടെയാണല്ലോ പല കാര്യങ്ങളും ഭരിക്കുന്നവരെ ഓർമ്മപ്പെടുത്താൻ സാധിക്കും. അങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങും നിങ്ങൾ? തീർച്ചയായിട്ടും. കാരണം പ്രതിപക്ഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭരിക്കുന്ന ആളുകളുടെ തെറ്റുകൾക്കെതിരെ വിരൽ ചൂണ്ടുന്നതാണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മുന്നിലുള്ളത്. തീർച്ചയായും ഇത് ജനങ്ങളെ അറിയിക്കുക എന്നാണ് ഞങ്ങൾ ആദ്യഘട്ടത്തിൽ ചെയ്തത്. ജനങ്ങളെ അണിനിരത്തി ശക്തമായ പ്രതിഷേധം അണിനിരത്തി. കാരണം കേരളത്തിൽ തന്നെ ഈ വേസ്റ്റ് മാനേജ്മെന്റ് ഇത്ര കൃത്യമായി സംസ്ഥാനത്ത് തന്നെ നടപ്പിലാക്കിയ ഒരു നഗരസഭയാണ് പെരിന്തൽമണ്ണ നഗരസഭ. ആ നഗരസഭയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആര് നടത്തിയാലും അതിനെതിരെ ശക്തമായ പ്രതിഷേധം ജനങ്ങളെ അണിനിരത്തി ഞങ്ങൾ കൊണ്ടുവരിക. അതിലൊരു തർക്കവും വേണ്ട.
ഇത് കമ്പനിയാണെന്നല്ലോ ഈ മാലിന്യ സംഭരണവും സംസ്കരണവും ഒക്കെ ഏറ്റെടുത്തിരുന്നത്. ആ കമ്പനി തന്നെയാണോ അതോ ആ കമ്പനിയുടെ കാലാവധി കഴിഞ്ഞോ? അതുകൂടി ജനങ്ങൾക്കറിയാൻ അവകാശം ഉണ്ടാവുമല്ലോ. ആ കമ്പനി AMC എന്ന് പറഞ്ഞ കമ്പനിയായിരുന്നു. ആ കമ്പനിയുടെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. ആ കാലാവധി ഒന്ന് പുതുക്കുന്നതിന് വേണ്ടി ഇത്രയും ദിവസത്തിന്റെ ഇടയിലുള്ള ഒരു ക്രമീകരണം പോലും അവർക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞില്ല. ഇവിടെ ഹരിതകർമ്മസേനയിൽ വരുന്നു അല്ലെങ്കിൽ ഇതിന്റെ സംവിധാനം ചെയ്യുന്ന ആളുകൾ ആകെ അഴിമതിക്കാരാണ്, ഇവിടെ വന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കാം എന്നുള്ള തെറ്റായ ധാരണ ജനങ്ങൾക്കിടയിൽ എത്തിക്കും. ഇപ്പൊ അവരല്ലേ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് കൃത്യമായിട്ടുള്ള ഓഡിറ്റിംഗ് നടത്താം, അവർക്ക് കൃത്യമായ അന്വേഷണങ്ങളെ കൊണ്ടുവരാം. കഴിഞ്ഞ കാലങ്ങളിൽ ഇത്തരത്തിലുള്ള അഴിമതി ഉണ്ടെങ്കിൽ അത് അവർ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കട്ടെ. കാരണം എല്ലാ സംവിധാനവും അവരുടെ കയ്യിലാണ്. അപ്പൊ ഞങ്ങൾ അവരെ വെല്ലുവിളിക്കുകയാണ്. ഞങ്ങള് അവരെ വെല്ലുവിളിക്കാൻ തയ്യാറാവും. നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ എന്തെങ്കിലും അഴിമതി നടത്തിയിട്ടുണ്ട്, നിങ്ങൾ അത് പുറത്തു വിടും. കാരണം ഇത് എല്ലാ മാധ്യമങ്ങളെ കാണുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ള പൊതു ഇടങ്ങളിലും വന്ന് പ്രസംഗിക്കുക എന്നല്ലാതെ, ഇവിടെ ആകെ അഴിമതിയാണെന്ന് പ്രസംഗിക്കുക എന്നല്ലാതെ എന്തെങ്കിലും ഒരു കഴമ്പുള്ള കാര്യം അവർക്ക് ഈ തരത്തിലേക്ക് അവതരിപ്പിക്കാൻ ജനങ്ങൾക്ക് മുന്നിൽ പറയണ്ട. ഒരു അഴിമതി ഉണ്ട്, നമുക്ക് എല്ലാവർക്കും ആരോപണം നടത്താം, അത് തെളിയിക്കാൻ കഴിയണ്ടേ? അത് തെളിയിക്കാൻ കഴിയാതെ ഇത്തരത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ മുഴുവൻ അഴിമതിയാണെന്നുള്ള ഈ നുണപ്രചരണമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് നോക്കി നോക്കൂ പെരിന്തൽമണ്ണ നഗരസഭയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷമായിരുന്നു അവിടെ അധികാരത്തിൽ. ഇന്ന് എന്താണ്? ഇന്ന് പെരിന്തൽമണ്ണ നഗരസഭ UDFന്റെ കേന്ദ്രമായിട്ട് നഗരസഭ ആസ്ഥാനം മാറിയിരിക്കുകയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. UDFന്റെ മണ്ഡല നേതാക്കളും കോൺഗ്രസിന്റെ മണ്ഡല നേതാക്കളും രാവിലെ മുതൽ വൈകുന്നേരം വരെ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിൽ വന്നിരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷം ഭരിച്ചതല്ലേ? CPMന്റെയോ LDFന്റെ വല്ല നേതാക്കന്മാർ രാവിലെ മുതൽ വൈകുന്നേരം ഇരിക്കുന്നുണ്ടോ? ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുക, ഇവിടുത്തെ ഹരിതകർമ്മസേനയിലെ ആളുകളെ ഭീഷണിപ്പെടുത്തുക, ഇവിടുത്തെ കോൺട്രാക്ടർമാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇവർ എത്ര കാലം മുന്നോട്ട് പോകുന്ന? നിങ്ങളൊന്ന് ആലോചിച്ച്. ഇങ്ങനെയൊക്കെയാണോ? ഒരു ഭരണം കയ്യിലുണ്ട്, 30 വർഷമായിട്ട് അവർ പ്രതിപക്ഷത്താണ്, ഒരു ഭരണം കിട്ടിയെന്ന് വിചാരിച്ച് ഈ തരത്തിലേക്കാണോ ഒരു നഗരസഭയെ കൊണ്ടുപോകേണ്ടത്? ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾ പരിശോധിച്ചാൽ മതി. രാവിലെ മുതൽ വൈകുന്നേരം വരെ UDFന്റെ നേതാക്കൾ പെരിന്തൽമണ്ണ നഗരസഭയിൽ നിന്ന് ചെയർപേഴ്സൺ അല്ല യഥാർത്ഥത്തിൽ അവിടെ ഭരണം നടത്തുന്നത്. ഈ പറയുന്ന ആളുകൾ UDFന്റെ നേതാക്കന്മാരാം നഗരസഭയിൽ വന്നുകൊണ്ടുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. കോൺട്രാക്ടർമാരെ ഭീഷണിപ്പെടുത്തുക, ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനം. അപ്പൊ ഈ തരത്തിലേക്കാണ് അവരുടെ മുന്നോട്ട് പോക്കുന്നുണ്ടെങ്കിൽ ശക്തമായിട്ടും പ്രതിഷേധിക്കുക. അതിലൊരു തർക്കമില്ലാത്ത കാര്യമാണ്. ഇപ്പൊ സത്യത്തില് ഭാര്യ ഭർത്താക്കന്മാര് ഈ ഒക്കെ ഒരു ഭരണമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ജനങ്ങൾ മനസ്സിലാക്കണം. ഒരു തരത്തിലും ചെയർപേഴ്സനെ അവർക്കൊരു തീരുമാനം എടുക്കാനുള്ള ഒരു ചെയർപേഴ്സൺ എന്നുള്ള നിലയിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് അവർ സമ്മതിക്കുന്നില്ല. വേറെ കുറെ ആളുകളാണ് ഇപ്പോൾ ഭരണം പെരിന്തൽമണ്ണ നഗരസഭ യഥാർത്ഥത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ജനങ്ങൾക്ക് മുന്നിൽ ഞങ്ങളത് തുറന്നു കാണിക്കണം. ഇപ്പൊ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്ലാന്റിന്റെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിച്ചു. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ പെരിന്തൽമണ്ണ നഗരം ഇരുട്ടിലാക്കി ആവാൻ വേണ്ടി പോവുകയാണ്. കാരണം സ്ട്രീറ്റ് ലൈറ്റിന്റെ ഒരു അവസ്ഥയും കൂടി നമ്മൾക്ക് പറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി കഴിയില്ല. കാരണം പുതിയ ലൈറ്റ് കഴിഞ്ഞ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഷാജി ചെയർമാനായിരിക്കുന്ന സമയത്ത് നേതൃത്വത്തിലുള്ള പുതിയ 10ഓളം വരുന്ന ലൈറ്റുകൾ നമ്മളെ പെരിന്തൽമണ്ണ നഗരസഭയിലെ വിവിധ വാർഡുകളിൽ ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പുതിയ ലൈറ്റുകൾ, ആ ലൈറ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുകയും. പക്ഷെ പഴയ ലൈറ്റുകൾ ഏകദേശം ഇപ്പൊ ഒന്ന് നോക്കൂ നിങ്ങൾ, എല്ലാ സ്ഥലങ്ങളിലും 20ഉം 25ഓളം ലൈറ്റ്. അത് ഭരണപക്ഷത്തെ കൗൺസിലർമാർക്കും പ്രതിപക്ഷത്തെ കൗൺസിലർമാർ ഞങ്ങളപ്പോ ഒരുപാട് തവണയായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കുന്നു. അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരം കാണണം. കാരണം പെരിന്തൽമണ്ണ നഗരത്തിനകത്ത് ആളുകൾക്ക് സ്വസ്ഥമായി സ്വൈര്യമായി നടക്കണമെങ്കിൽ വെളിച്ചവും അതിനുമായി ബന്ധപ്പെട്ട് ക്രമീകരിക്കുന്ന കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ ഇതിങ്ങനെ ഒരു വാർഡിൽ 20ഓ 25ഓളം ഇപ്പൊ ഞങ്ങള് വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യം, ഞങ്ങളെ കൂടെ വരികയാണെങ്കിൽ കത്താത്ത ലൈറ്റ് രാത്രി വന്നു കഴിഞ്ഞാൽ എത്ര ലൈറ്റുകൾ അടുപ്പിച്ച് കത്താത്ത ലൈറ്റുകൾ ഉണ്ട് നമ്മൾ കാണിച്ചു. അപ്പൊ ഈ തരത്തിലേക്കാണ് ഭരണം അവരുടെ ഭരണം മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ഇത്തരത്തിൽ ഭരണം മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും പ്രതിപക്ഷം എന്താണെന്നുള്ള രീതിയിലുള്ള പ്രവർത്തനം ഞങ്ങൾക്ക് കാഴ്ചവെച്ചേ മതിയാവുള്ളൂ. ഏതായാലും മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ നഗരസഭ ഭരിക്കുന്നവരോട് ചാനൽ ഓർമ്മപ്പെടുത്താനുള്ളത്, ഒരു നഗരം ചീഞ്ഞു നാറാൻ കുറെ ദിവസങ്ങളൊന്നും വേണ്ട. പല സ്ഥലത്തും ഇപ്പൊ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ഞങ്ങൾ തന്നെ സന്ദർശിച്ചപ്പോൾ മനസ്സിലായ കാര്യങ്ങളുണ്ട്. പല ഓടയുടെ സമീപത്തൊക്കെ മാലിന്യം തള്ളിയ അവസ്ഥയിലാണ്. കാരണം വീടുകളിൽ നിന്ന് മാലിന്യം എടുക്കാൻ കൃത്യമായി മാലിന്യം എടുത്തിരുന്നു. ഇപ്പോൾ അത് എടുക്കാത്തൊരവസ്ഥയാണെന്ന് ഇവർ പറഞ്ഞു വെക്കുന്നു. ഞങ്ങൾ തന്നെ പല സ്ഥലത്തും സഞ്ചരിച്ചപ്പോൾ കണ്ടത് പല സ്ഥലത്തും മാലിന്യം ഉണ്ട്. എത്രയും പെട്ടെന്ന് മാലിന്യ സംസ്കരണത്തിന് നേരത്തെ വേറെ ഏതെങ്കിലും കമ്പനിക്ക് ടെൻഡർ വിളിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ അക്കാര്യത്തിൽ തീരുമാനം എടുക്കുക. ഇപ്പോൾ പ്രതിപക്ഷത്തുള്ള എല്ലാ അംഗങ്ങളും ഉണ്ട്. അവര് മുന്നോട്ട് വയ്ക്കുന്നത് ഈ നാടിന്റെ ഒരു ആവശ്യമാണെന്ന് മനസ്സിലാക്കുക. ഇതിൽ രാഷ്ട്രീയം, എല്ലാ കാര്യങ്ങളിലും രാഷ്ട്രീയം കലരുമ്പോഴാണ് വികസനത്തിന്റെ കാര്യത്തിലായാലും ഇത്തരം പ്രശ്നങ്ങളിലും അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടാതിരിക്കുക. ജനങ്ങളാണ് തെരഞ്ഞെടുത്തത്. ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുമ്പോൾ ജനങ്ങളുടെ ആവശ്യത്തിനു കൂടി പരിഗണന നൽകണം. ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രതിപക്ഷത്തെ ഈ അംഗങ്ങൾ ഭരണപക്ഷത്തോട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയത്. പരിഹാരമുണ്ടാകുമെന്നായിരിക്കും എല്ലാവരും പ്രതീക്ഷിക്കുക. ചാനൽ 10 അക്കാര്യത്തിൽ പ്രതീക്ഷ വയ്ക്കുന്നു. എത്രയും പെട്ടെന്ന് ഇക്കാര്യത്തിൽ പരിഹാരം ഉണ്ടാവണം. ക്യാമറാമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക്.
21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.